യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്റെ മോളുടെ ജീവിതം ദുരന്തത്തിലാക്കിയിട്ട് ഒരാൾ ഇവിടെ രക്ഷപ്പെടണ്ട. അതിന് ഈ അമ്മ സമ്മതിക്കില്ല. ഏയ്, നിങ്ങൾ അങ്ങോട്ട് മാറിയിക്കണം. തൽക്കാലം ഞങ്ങളുടെ ജോലി ചെയ്യാൻ സമ്മതിക്കണം. നിരപരാധിയായ എന്റെ കുഞ്ഞിനെ ജയിലിലടയ്ക്കാനുള്ള ജോലിയല്ലേ സാറേ അത് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കണമെന്നാണോ? ചെയ്യാത്ത കുറ്റത്തിന് എന്റെ മോളെ കുടുക്കിയിരിക്കുന്നത്. നിങ്ങളുടെ മകളെ ഞങ്ങൾ തേടിപ്പിടിച്ച് അറസ്റ്റ് ചെയ്തല്ലോ. ചെയ്ത കുറ്റം ഏറ്റു പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ആയതാ. കുറ്റം ഏറ്റു പറഞ്ഞ പ്രതിയെ സംഭവ സ്ഥലത്ത് കൊണ്ടുവന്ന് കൃത്യമായ തെളിവെടുപ്പ് നടത്തിയാൽ മാത്രമേ കേസ് കോടതിയിൽ നിലനിൽക്കൂ. സർ, ഈ കേസിൽ സത്യം എന്താണെന്ന് തെളിയണം. പക്ഷേ അതൊരിക്കലും ഏകപക്ഷീയമാവരുത്. എന്റെ സഹോദരിയുടെ മാനസികാവസ്ഥ ശരിയായിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇവളെ കണ്ടെത്തിയത്. അതൊക്കെ നിങ്ങൾ കോടതിയിൽ സ്ഥാപിച്ചാൽ മതി. ഇപ്പൊ ഞങ്ങളുടെ ജോലിയെ തടസ്സപ്പെടുത്തരുതെന്ന് താങ്കളുടെ അമ്മയോട് പറയണം. എനിക്ക് എന്റെ മോളോട് സംസാരിക്കണം സാറേ, പ്ലീസ്. സംസാരമൊക്കെ ആവാം, പക്ഷേ അതൊക്കെ തെളിവെടുപ്പിന് ശേഷം. നിങ്ങളിപ്പോ സംസാരിച്ച അത് കേസിനെ ബാധിക്കും. അതുകൊണ്ട് ദയവായി സഹായിക്കണം. അമ്മേ, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. അവരവരുടെ ജോലി ചെയ്യട്ടെ. അതെ അമ്മ, അവരവരുടെ ജോലി ചെയ്യട്ടെ. എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഇങ്ങോട്ട് നീങ്ങിക്കണം. അന്ന് ആ ദിവസം നടന്ന സംഭവം അതേപടി വിശദീകരിക്കണം. ഏയ്, അങ്ങോട്ട് മാറണം. എല്ലാരും കൂടെ ഇങ്ങനെ ആയാൽ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാ. പൂജ പറയും. നിങ്ങളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? പോലീസിന്റെ ഡ്യൂട്ടിയെ തടസ്സപ്പെടുത്തരുത്. തെളിവെടുപ്പ് കഴിയുന്നവരെ നമുക്കൊന്ന് സമയം പാലിക്കാം. നിയമപ്രകാരം ആരും ഇത്തരം അവസരങ്ങളിൽ പ്രതിയോട് സംസാരിക്കാൻ പാടില്ല. അത് ആന്റിക്ക് ദോഷം ചെയ്യും. ചേട്ടാ, ആ സംഭവം നടന്ന സമയത്ത് ഞാനും കൂടെ ഉണ്ടായിരുന്നതാ. എന്നെ രക്ഷിക്കാനാ അമ്മ വന്നത്. നീ ഒറ്റ ഒരുത്തി കാരണോടി ഞങ്ങൾക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. സർ, ഇവളെ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യണം. ഇവളാ ഇതിന്റെയൊക്കെ പിന്നില്. എന്റെ ചേച്ചി നിരപരാധിയാണ് സർ. ദേ, അമ്മയുടെ പ്രായം പരിഗണിച്ച ഞാൻ മാന്യമായിട്ട് സംസാരിച്ചത്. ഇനി കൂടുതൽ ഡയലോഗ് അടിച്ച നിങ്ങളെ ഞാൻ കേസിൽ പ്രതിയാക്കും. സർ, അത് കാര്യമാക്കണ്ട. സാറിന്റെ ഡ്യൂട്ടി ചെയ്യാൻ ഇവിടെ ആരും തടസ്സപ്പെടുത്തില്ല. ഓക്കെ. നിങ്ങൾ കൊല്ലപ്പെട്ട സാക്ഷിയെ ആദ്യമായി കണ്ടത് ഇവിടെ വെച്ചാ? ഞാൻ മുകളിൽ നിന്ന് നോക്കുമ്പോ സാക്ഷി പ്രിയയും പൂജ മോളെ ആക്രമിക്കാൻ വരുന്നതാണ് കണ്ടത്. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് സാക്ഷി പൂജയെ നിങ്ങളെ അപായപ്പെടുത്താൻ വേണ്ടിയാണ് ഇവിടെ വന്നു എന്നല്ലേ? സാക്ഷി മാത്രമല്ല, പ്രിയയും ഞങ്ങളെ അപായപ്പെടുത്താനാ ശ്രമിച്ചത്.
അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? നിങ്ങൾ സ്റ്റേഷനിൽ തന്ന മൊഴി പ്രകാരം സാക്ഷിയുടെയും ഗുണ്ടകളുടെയും കയ്യിൽ നിന്ന് നിങ്ങൾ പൂജയെ രക്ഷിച്ചുകൊണ്ടാണ് പോയതെന്നല്ലേ അന്ന് പറഞ്ഞത്? അതെ, പക്ഷെ അവർക്കൊപ്പം പ്രിയ ഉണ്ടായിരുന്നു. പൂജമൂളെ അവരെ ആക്രമിക്കുമ്പോ പ്രിയ അവരെ തടഞ്ഞില്ല. ഓ, അപ്പോ സാക്ഷിക്കൊപ്പം പ്രിയയും നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്? അതെ സർ. നിങ്ങൾ ശബ്ദം കേട്ട് ഉണർന്ന് താഴേക്ക് നോക്കുമ്പോ കണ്ടത് എങ്ങനെയാണല്ലേ? അതെ. അപ്പോ പ്രിയയും സാക്ഷി എവിടെയായിരുന്നു? അവിടെ പൂജമോൾ ഓടി മുകളിലേക്ക് രക്ഷപ്പെടാനായി വരികയായിരുന്നു. എവിടെ വെച്ചാണ് നിങ്ങൾ പൂജയെ പിടിച്ചോണ്ട് ഓടിയത്? ആ സ്റ്റെപ്പിന്റെ മുകളിൽ വെച്ച്. ശരി, വരൂ, ആ സ്ഥലം ഒന്ന് കാണിച്ചു തരാമോ? ചേട്ടാ. നിങ്ങളൊക്കെ അവിടെ വന്നാ മതി. ഇവിടെ വെച്ചാണോ സാക്ഷിയുടെ കൂടെയുള്ളവർ നിങ്ങളെ ആക്രമിക്കാൻ വന്നത്? അതെ. പിന്നെ എന്താ ഉണ്ടായത്? പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 2 കുത്തു കുത്തിയെന്നാണല്ലോ. നിങ്ങളന്ന് പറഞ്ഞത് 1 കുത്തു കുത്തിയെന്നല്ലേ? അറിയില്ല, ചിലപ്പോ 2 തവണ ചെയ്തു കാണും. ഞാനപ്പോ വല്ലാതെ ഭയന്നു പോയിരുന്നു. അതുകൊണ്ട് എത്ര കുത്തുകുത്തിയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഉറപ്പാണോ? അതെ സർ, 1-2 തവണ കുത്തിക്കാണും. ഇനി എണ്ണം കൂടുവോ? നിങ്ങളുടെ മൊഴി ഇങ്ങനെ മാറ്റി പറഞ്ഞ നിങ്ങൾക്ക് തലവേദന കൂടുകയുള്ളൂ. അതാണ് കാരണം. സർ, അപ്പോഴത്തെ അവസ്ഥയില് എണ്ണവും കണക്കൊന്നും എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. സാക്ഷി ഞാനാണ് കൊന്നത്. എന്റെ കുത്തേറ്റാ സാക്ഷി കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് ശേഷം അടിയേറ്റ് കിടന്ന പൂജയുടെ അടുത്ത് ഇരുന്നു. അത് കഴിഞ്ഞ് മുറിയിൽ പോയി മഹേശ്വരി അമ്മ എന്ന നിങ്ങളുടെ അമ്മയെ കണ്ടു. കുത്തിയ വിളക്കുമായി സ്റ്റേഷനിലേക്ക് വന്നു. അങ്ങനെയുണ്ടായത്. നിങ്ങൾ പൂജയെ കാണുമ്പോ പൂജയ്ക്ക് ബോധം തെളിഞ്ഞിരുന്നില്ല? ഇല്ല. എന്ത് ധൈര്യത്തിലാ നിങ്ങളപ്പോ പൂജയെ ഉപേക്ഷിച്ചിട്ട് പോയത്? ആ കിടപ്പിലപ്പോ അവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? അപ്പൊ എനിക്ക് ഉടനെ പോലീസിൽ ഹാജരാവാനാ തോന്നിയത്. ശരി, നിങ്ങൾ സാക്ഷിയെ കുത്തിക്കൊന്ന ആ സ്ഥലമൊന്ന് കാണിക്കണം. ഇവിടെ. ഇവിടെയാണോ? അതെ. ഉറപ്പാണല്ലോ? ഇനി മാറ്റമില്ലല്ലോ? ഇല്ല. ഒന്നുകൂടി ആലോചിക്കാം.